ശബരിമലയിൽ വമ്പ ടിസ്റ്റുകളാണ് ഉണ്ടാവുന്നത്. ഞെട്ടുകയാണ് കോൺഗ്രസും CPM-ഉം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വഴിത്തിരിവാണ്. ഡി മണി എന്ന ഡയമണ്ട് മണിയെ ചെന്നൈയിലിട്ട് പൂട്ടി SIT സംഘം. EDയുടെ കൈകളിൽ അകപ്പെടും മുൻപ് തന്നെ SIT ഇയാളെ തൂക്കിയെടുത്തു. ഡി മണി എന്നും ഡയമണ്ട് മണി എന്നും ദുബായ് മണി എന്നൊക്കെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇയാളുടെ ശരിക്കുള്ള പേര് ബാലമുരുകൻ എന്നാണ്. ദിണ്ടിക്കൽ സ്വദേശിയാണ്. ഇയാളെയും ഇയാളുടെ കൂട്ടാളിയെയുമാണ് SIT സംഘം തൂക്കിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളിലേക്കുള്ള വിവരങ്ങൾ കിട്ടും. ഈ വിശ്വാസത്തിലാണ് SIT സംഘം. ഏകദേശം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൃത്യമായ ഒരു പദ്ധതി പ്ലാൻ ഇട്ടായിരുന്നു SIT സംഘം ചെന്നൈയിലേക്ക് കുതിച്ചത്. അതായത് EDയുടെയും CBIയുടെയും കൈകളിലേക്ക് ഡി മണിയും കൂട്ടാളികളും എത്തരുത് എന്നുള്ളതായിരുന്നു SITക്ക് കിട്ടിയ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ചായിരുന്നു SIT സംഘം നിന്ന നിൽപ്പിലങ്ങ് ചെന്നൈക്ക് വിട്ടത്. ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇയാളുടെ ഗൂഢാലോചനകൾ, ഇയാളുടെ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ച് അന്വേഷണം നടത്തുന്നതിലൂടെയാണ് കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. ഡി മണിയെയും സഹായിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു കടത്തിയതിൽ പ്രധാനിയാണ് സൂത്രധാരനായ ഡി മണി എന്നയാൾ. ഇയാൾക്ക് കേരളത്തിലെ പലരുമായി ബന്ധമുണ്ട്. മുൻപ് നമ്മൾ കേട്ടിരുന്നു ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയെന്നും ചില രാഷ്ട്രീയക്കാരുമായി, പ്രത്യേകിച്ച് ഉന്നത രാഷ്ട്രീയ നേതാവുമായി ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ. അതിന്റെ ഒന്നും കൂടുതൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ഇയാൾക്ക് കേരളത്തിലുള്ള വലിയൊരു സംഘവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അത് കേരളത്തെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ശബരിമലയിൽ മാത്രമല്ല ഇവർ കൊള്ള നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൊള്ളയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരു വിദേശ വ്യവസായിയും SIT സംഘത്തിന് ചില നിർണായക മൊഴികൾ കൊടുക്കുന്നു. ഈഞ്ചക്കലിലെ ഓഫീസിലെത്തി. ഇതിനുശേഷമാണ് ഡി മണി എന്ന ഈ പേര് വ്യവസായിയിൽ നിന്ന് SIT സംഘത്തിന് കിട്ടുന്നത്. ഇതോടെയാണ് തിടുക്കപ്പെട്ട് ഡി മണിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കുന്നത്. ഇതിന് ബദലായി EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റൊരു വഴി കൂടെ ഡി മണിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഇയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതോടുകൂടിയാണ് ചെന്നൈയിലേക്ക് അന്വേഷണ സംഘം കുതിക്കുന്നത്. തുടർന്നാണ് ഡി മണിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ചെന്നൈയിൽ എത്തുന്നത് വരെ SIT സംഘം വലിയൊരു വെപ്രാളത്തിലും വിളറിപിടിപ്പിലുമായിരുന്നു. അതായത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം മുറുകി നിൽക്കുന്ന ഘട്ടത്തിൽ ചെന്നൈ കേന്ദ്രീകരിച്ച അന്വേഷണം വേണം എന്നുള്ള വിവരങ്ങളൊക്കെ വന്നതോടുകൂടി മാധ്യമ വാർത്തകൾ കേട്ടതനുസരിച്ച് ഡി മണി രാജ്യം വിട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. എന്നാൽ ചെന്നൈയിൽ എത്തിയതോടുകൂടി ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഇയാൾ ചെന്നൈയിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണ സംഘത്തിന് ഒരു ആശ്വാസം തന്നെ ഉണ്ടായത്. രാജ്യം വിട്ടിരുന്നുവെങ്കിൽ പിന്നീട് ഇതിന്റെ അന്വേഷണം പൂർണ്ണമായും കേന്ദ്ര സംഘങ്ങളിലേക്ക് പോകുമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ ഉത്തരവ് അതേപോലെ പാലിച്ചിരിക്കുകയാണ് SIT സംഘം. EDയുടെയും CBIയുടെയും വലയിൽ ഡി മണി വീഴുന്നതിന് മുൻപ് കൃത്യമായി പ്ലാൻ ഇട്ട് മണിയെ തൂക്കിയിരിക്കണം. മണിയെ സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയാണെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടതായും സൂചനകളുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കൊള്ളയിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടാവുന്നത് രമേശ് ചെന്നിത്തലയും ആ വ്യവസായിയും നൽകിയ മൊഴികളിലാണ്. അവരിൽ നിന്നാണ് ഡി മണിയെക്കുറിച്ച്, അയാളുടെ പേരും കൂടാതെ വിഗ്രഹക്കടത്ത് സംഘത്തെക്കുറിച്ചും SITക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ കേസിൽ ഒരു വലിയ കച്ചിത്തുരുമ്പ് വിട്ടുകൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ രമേശ് ചെന്നിത്തല ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലും പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. VD സതീശനും ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ, K സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്തില്ല. രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ നിരയിൽ നിന്ന് നടത്തിയത്.
നിർണായക മൊഴി SITക്ക് കൊടുക്കുന്നതും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ്. അതിൽ നിന്നാണ് ഡി മണിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഡി മണി SIT സംഘത്തിന്റെ വലയിൽ എന്നറിഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളാണ് സ്വർണ്ണക്കൊള്ളയിലെ കള്ളന്മാരെ പുറത്തു വരാൻ കാരണക്കാരായി പ്രവർത്തിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിന്റെ കൃത്യമായ ക്രെഡിറ്റ് കൊടുക്കലൊന്നുമല്ല എങ്കിൽ തന്നെ ഈ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ശക്തമായി നിന്നത് മൊഴിയെടുക്കാൻ SIT സംഘം തയ്യാറാകാതിരുന്നപ്പോൾ പോലും ഞാൻ മറ്റു മാർഗം സ്വീകരിക്കും, ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള ഒരു തറപ്പിച്ച നിലപാട് രമേശ് ചെന്നിത്തല എടുത്തതോടു കൂടിയായിരുന്നു തിടുക്കപ്പെട്ട SIT സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴി എടുക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. രമേശ് ചെന്നിത്തലയുടേതായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതെന്തായാലും നടക്കട്ടെ, ഇതൊരു നല്ല കാര്യമല്ലേ, ദൈവത്തിന്റെ അല്ലേ. എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഡി മണിയെ തൂക്കി. സ്വർണം തട്ടിയെടുത്തതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് മലയാളിയായ വിദേശ വ്യവസായ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-20 കാലങ്ങളിലായി 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റത്. ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. ചെന്നൈ കേന്ദ്രീകരിച്ച് മറ്റൊരു ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് ഡി മണിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. ഇരുവരും കൈ കൊടുക്കുന്നതുമൊക്കെ. ഈ ശബരിമലയിലെ വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡിന്റെ ഭരണ ചുമതലയുള്ള ഉന്നതരാണ് എന്നുള്ള മൊഴിയും കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറിയത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉന്നതനും മാത്രമാണ് പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല കൊള്ളയിൽ കളിച്ച ആ പ്രമുഖൻ പുറത്തേക്ക് വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി ആരാണ് ആ പ്രമുഖൻ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചില സൂചനകളുണ്ട്, അയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കുറച്ച് ദിവസങ്ങളായി ചെന്നൈ കേന്ദ്രീകരിച്ച് SIT സംഘം അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇയാളെ കണ്ടെത്താനായത്. ഡി മണി എന്നത് ഒരു വിളിപ്പേര് മാത്രമാണ്. ഡയമണ്ട് മണി എന്നും ദുബായ് മണി എന്നും ഒക്കെ ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ദുബായ് ആണ് ഇയാളുടെ സാമ്പത്തിക സ്രോതസ് എല്ലാം ഒളിപ്പിച്ചിരിക്കുന്നത്. ഡി മണി ഒരു വിഗ്രഹ വ്യാപാരിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ഇടപാടുകൾക്ക് താൻ സാക്ഷിയാണെന്നും വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയായി പറയുന്നു. എന്നാൽ ഇടപാടുകൾ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഡി മണിയുടെ പങ്കാളിത്തം തെളിയിക്കപ്പെട്ടാൽ അന്വേഷണം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. അന്വേഷണം മന്ദഗതിയിലാണെന്നും സർക്കാർ ഇടപെടലുകൾ ഉണ്ടെന്നും ആരോപിച്ച് കേസ് അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടമോ CBI അന്വേഷണമോ വേണമെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ ഇല്ല എന്നുള്ള ചിലരുടെ വാദം ഇതോടുകൂടി പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്.